കലാപ്രദർശന സ്വാഗത സംഘം ജനറൽ കൺവീനർ എം പ്രദീപ് കുമാറാണ്. അപ്പുകുട്ടനാശാന്റെ ഒരു ശിഷ്യനാണ് ഇദ്ദേഹം. ഈ ഗുരുവരം സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ഡോക്ടർ ജെയിംസ് പുള്ളി, ട്രഷറർ ബിനു ബാലകൃഷ്ണൻ, മീഡിയ കോർഡിനേറ്റർ അംബിക പി നായർ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ജെയിംസ് മാസ്റ്റർ. ബഹുമാന്യരെ, അപ്പുകുട്ടനാശാൻ ഗുരുവായൂർ അപ്പുകുട്ടനാശാൻ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹം 1971 മുതൽ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കുട്ടികളെ ക്ഷേത്രകലകൾ പഠിപ്പിച്ചു. ആ ക്ഷേത്രകലകൾ പഠിപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ നിറങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കുകയും ബ്രഷൊക്കെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത് ക്ഷേത്രങ്ങള് വർണ്ണങ്ങളാൽ വരകളാൽ ക്ഷേത്രഭിത്തികളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലാക്കി 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ മ്യൂറൽ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അപ്പുകുട്ടനാശാൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ 4 പേരും ശിഷ്യരാണ്. അദ്ദേഹം മരിച്ചിട്ട് ഈ 30-ാം തീയതിക്ക് 1 വർഷം തികയാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും അവിടെ പഠിച്ചവരെല്ലാവരും ഇപ്പൊ നാട്ടിലില്ല. കുറച്ചു പേരൊക്കെ വിദേശത്താണ്, കുറച്ചു പേരൊക്കെ ഈ ഫീൽഡ് വിട്ടുപോയി. അങ്ങനെ 40 പേര് ഒന്നിച്ച് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താനായിട്ട് ഇങ്ങനെ ഒരു പ്രദർശനം ഒരുക്കുകയാണ്. ഇതിലേക്ക് എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അപ്പുകുട്ടനാശാന്റെ ശൈലിയിൽ തന്നെ ചിത്രം വരയ്ക്കുന്ന, പ്രകൃതിയിൽ നിന്നും അതിനാവശ്യമായ വസ്തുക്കൾ കളക്ട് ചെയ്ത് പ്രകൃതിദത്തമായ രീതിയിൽ ചിത്രം വരയ്ക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള MG നാരായണൻ, അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നുണ്ട്. ഇനി തുടർന്ന് എല്ലാ വർഷവും ഇതുപോലെ മ്യൂറൽ ചിത്രകലയിൽ കേരളത്തിലെ പ്രഗത്ഭനായിട്ട് ഒരാൾക്ക് അപ്പുകുട്ടനാശാന്റെ സ്മരണ നിലനിർത്താനായിട്ട് അവാർഡ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. അവാർഡ് തുക ഇപ്പോ 10,000 രൂപയാണ് നിങ്ങൾ 28-ാം തീയതി നൽകുക. 10,000 രൂപയും ഒരു ശില്പവും പ്രശസ്തി പത്രവും അവിടെ വെച്ച് നൽകുന്നു. എല്ലാ വർഷവും ഇത് എല്ലാവർക്കും ഒരു ചിത്രം, ഒരു പെയിന്റിങ് വെക്കും. അപ്പുകുട്ടനാശാന്റെ ഏതാനും പെയിന്റിങ്ങുകളും അവിടെ വെക്കും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, മ്യൂറലാണ് ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്നത്. അത് വിട്ട് മറ്റുള്ള ജനറൽ ആയിട്ടുള്ള മറ്റു പെയിന്റിങ്ങുകളും ശില്പങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ഒരുപക്ഷെ ചിത്രകാരന്മാരല്ലാത്തവർക്ക് ഈ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് എന്തിനാ വരയ്ക്കണേ, ഇപ്പൊ ട്യൂബുകളിൽ വേണ്ട കളറുകൾ കിട്ടാനുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ട്യൂബിൽ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന റെഡിമെയ്ഡ് അക്രലിക് കളറുകളും ഓയിൽ കളറുകളും വാട്ടർ കളറുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പെയിന്റ്, അത് കെമിക്കൽ ഉള്ളതായതുകൊണ്ട് അത് അധികം കാലം ഈ ചിത്രങ്ങൾ നീണ്ടു നിൽക്കില്ല. അതേ സമയത്ത് ഈ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ 1000 കൊല്ലം 2000 കൊല്ലം ഒക്കെ നിലനിൽക്കുന്നു. പെട്ടെന്ന് കാറ്റടിച്ചാൽ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം വഴി ചിത്രം നശിക്കില്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ചിത്രം വരയ്ക്കുമ്പോൾ ചിത്രത്തിന്റെ പ്രതലവും ഈ കെമിക്കൽ ഇല്ലാത്ത, രാസവസ്തുക്കളില്ലാത്ത കുമ്മായവും മണലും ചേർത്ത് പ്രതലം തയ്യാറാക്കുന്ന രീതിക്ക് തന്നെ സവിശേഷതകളുണ്ട്. പിന്നെ ഈ സ്വയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ പെയിന്റിനകത്തേക്ക് പശ ചേർക്കുന്നതും പ്രകൃതിദത്തമായ പശയാണ്, വേപ്പിൻ പശ. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല, പ്രദീപ് പൂട്ടൻ സാറിനോടൊപ്പം കുറെ വർഷം ഉണ്ടായിരുന്ന ആളാണ്.
ഈ പ്രതലം തയ്യാറാക്കുന്നതും പെയിന്റ് ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ പറയാൻ പ്രദീപ് കുറച്ചും കൂടി പ്രാപ്തനാണ്. അതിന് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമ്മളെന്തായാലും എക്സിബിഷനിൽ ഈ പ്രകൃതിദത്ത വർണ്ണങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം വരുന്നവർക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അത് എങ്ങനെയാന്നുള്ളത് അറിയാനൊക്കെ ആയിട്ടുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭാവി തലമുറയെ ഏതു വിധേനയും കലകളിലേക്ക് ആകർഷിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് നേരം പോക്കിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിനാശകരമായ കാര്യങ്ങളാണ് പലതും. എല്ലാവരും എന്നല്ല, കുറച്ച് ശതമാനം കുട്ടികള്, യുവാക്കള് അങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിരുചികള്, ടേസ്റ്റ്, ചിത്രങ്ങളാവട്ടെ, ശില്പങ്ങളാവട്ടെ, നാടകമാവട്ടെ, അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആവട്ടെ, ആ രംഗത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മനസ്സിന് ഒരു ആനന്ദവും ഉല്ലാസവും കിട്ടും. അതുവഴി നന്മയുടെ വക്താക്കളാക്കി അവർ തീരും എന്നും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാധ്യമങ്ങള് നിങ്ങളുടെ ഈ പരിപാടി നന്നായിട്ട് കൊടുക്കണം, ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. വാർത്താ മാധ്യമങ്ങൾക്കാണ് അത് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് പത്രങ്ങളോടും ചാനലുകളോടും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുക.